ഞാനൊരു എഫക്റ്റീവ് പാരന്റ് ആവാൻ ആവശ്യമായ പഠനത്തിനും പരിശീലനത്തിനും തയ്യാറാണ് എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞ് അതിന് നിങ്ങൾ സമയം കണ്ടെത്തുകയും പഠിക്കേണ്ട ക്രമത്തിൽ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്യും. ഇതുപോലെ തന്നെ മുസ്ലിങ്ങളായ നമ്മളെ മക്കളിൽ ഉണ്ടാക്കേണ്ട ഏറ്റവും വലിയൊരു ബോധം കാര്യങ്ങൾ മുസ്ലിമായതിലുള്ള അഭിമാനബോധമാണ് ഉണ്ടാക്കേണ്ടത്. ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണ്? നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാം കൊണ്ട് അല്ലാഹു തആല ഇസ്സത്തും പ്രതാപം നൽകിയവരാണ്. ഇന്ന് മുസ്ലിങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കാര്യങ്ങൾ ഒരു തരം അപകർഷതാബോധം, നമ്മൾ 2ാം നമ്പറാണ്, മോശക്കാരനാണ് എന്ന് മീഡിയയും മറ്റ് ചില സമുദായക്കാരും വളരെ ബോധം ഉണ്ടാക്കി തീർക്കുകയും മുസ്ലിങ്ങളായ പലരും നമ്മളത് ഉൾക്കൊള്ളുകയും ചെയ്തിരിക്കുന്നു. പിന്നോക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വാസ്തവത്തിൽ സന്തോഷത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും പരലോകത്തെ സ്വർഗത്തിൻ്റെയും കാര്യത്തിൽ മുസ്ലിങ്ങൾ തന്നെയാണ് മുന്നോക്കക്കാരൻ. പക്ഷേ പിന്നോക്കമാണ് എന്ന് പറഞ്ഞ അപകർഷതാബോധമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാരോ അവനാണ് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉത്തമൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കാര്യമാണ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും അള്ളാഹു തആല 2ആക്കി തരംതിരിച്ചു. ഖൈറുൽ ബരിയ ഉത്തമ ജനം, ഷർറുൽ ബരിയ നികൃഷ്ട ജനം. ആ നമ്മളെ മുസ്ലിമാണ്. ഒരു രക്ഷിതാവ് മക്കളോട് നിരന്തരമായി ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കണം, മക്കളെ നമ്മൾ മുസ്ലിമാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്, ഉത്തമ സമുദായമാണ്. വിശുദ്ധ ഖുർആനിൽ ഖൈറുൽ ബരിയ എന്ന് പറയും. വാസ്തവത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇസ്ലാമിക കാര്യങ്ങൾ രക്ഷിതാക്കളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല എന്നതാണ്. പഠിപ്പിക്കാൻ പല രക്ഷിതാക്കൾക്കും അറിയില്ല എന്നതാണ്. അപ്പൊ എഫക്റ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഒന്ന്, ഇത് കുട്ടികളെ പഠിപ്പിക്കാൻ രക്ഷിതാവ് പഠിക്കണം, പ്രത്യേകിച്ച് മാതാവ് പഠിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ മുസ്ലിമായതിൽ അഭിമാനിക്കുന്നു എന്ന അഭിമാനബോധം നമ്മളെ മക്കളിൽ ഉണ്ടാക്കി തീർക്കണം. ഇതുപോലെ തന്നെ നമ്മളെ മക്കൾക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രത്യേകത എന്താണ്? വലിയവരെയും പണ്ഡിതന്മാരെയും ഒക്കെ ബഹുമാനിക്കുക എന്നത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനാണ്. ഇനി നമ്മൾ ആരെങ്കിലും ഒരു വയസ്സായ ആളോ ആരോ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുട്ടി വേണ്ട രീതിയിൽ പെരുമാറുന്നില്ല എങ്കിൽ അവരെ മുന്നിൽ വെച്ചല്ലെങ്കിലും കുട്ടിയെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികളെ ആരുടെ മുന്നിൽ വെച്ച് എന്തും എങ്ങനെയും പറയാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് അബദ്ധമാണ്, തെറ്റാണ്. കുട്ടിക്കും അഭിമാനം പ്രധാനപ്പെട്ടത് തന്നെയാണ്. അവനെ ഒറ്റയ്ക്ക് വിളിച്ച് ആണ് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കേണ്ടത്. ഇത് നല്ല രക്ഷിതാവാകുന്നതിൻ്റെ ഭാഗമാണ്. ഇതോടൊപ്പം തന്നെ ഒരു നല്ല രക്ഷിതാവ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടിക്ക് പോഷക ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നത് പ്രധാനമാണ്. പോഷണം അടങ്ങിയിരിക്കുക അതിൽ കുട്ടിക്ക് ശാരീരിക മാനസിക വളർച്ചയ്ക്കാവശ്യമായ, ഉദാഹരണത്തിന് കുട്ടി നല്ല ബുദ്ധിയുള്ളവരാവണമെന്ന് പറഞ്ഞു. കുട്ടി നല്ല ബുദ്ധിയുള്ളവരാണെങ്കിൽ മാതാപിതാക്കളുടെ ബുദ്ധി പ്രധാനമാണെങ്കിലും അതോടൊപ്പം തന്നെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന ഘടകം എന്താണെന്ന് രക്ഷിതാവ് അറിയണ്ടേ? ബുദ്ധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഭക്ഷണങ്ങളുണ്ട്, പരിശീലനമുണ്ട്, പൈതൃകമുണ്ട്. ഇതെല്ലാം അതിൽപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ജനിച്ച കുട്ടികൾക്ക് സ്വർണം കൊടുക്കുന്ന ഒരു സംവിധാനം മറ്റു സമുദായത്തിലൊക്കെ കാണുന്നുണ്ട്. വാസ്തവത്തിൽ ബുദ്ധിവികാസത്തിന് വളരെ സാധിക്കും. വയമ്പ് കൊടുക്കുന്ന സംവിധാനം കാണുന്നുണ്ട്, തേൻ കൊടുക്കുന്ന സംവിധാനം കാണുന്നുണ്ട്. ഇത് കുട്ടികൾ കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ബ്രഹ്മിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ബുദ്ധി വികസിക്കാനും പറ്റുന്നതാണ്. ബുദ്ധി ഉണ്ടാവാനും പഠിക്കണമെങ്കിൽ നല്ല ബുദ്ധി വേണം. ബുദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ ചില ആളുകൾ പറഞ്ഞിരിക്കുന്നത് എബിലിറ്റി ടു ലേൺ എന്നാണ്, പഠിക്കാനുള്ള കഴിവ് എന്നാണ്. ബുദ്ധിക്ക് മറ്റു ചിലർ നിർവചിച്ചിരിക്കുന്നത് എബിലിറ്റി ടു സോൾവ് പ്രോബ്ലംസ് എന്നാണ്, പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കുട്ടി ബുദ്ധിയുള്ള കുട്ടിയാവണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാവ് എന്ത് ചെയ്യണം? കുട്ടിയെ ബുദ്ധിയുടെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതൊക്കെ എങ്ങനെ പഠിക്കാൻ പറ്റും എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ഒന്ന് വായന തന്നെ.
ഇഫക്റ്റീവ് പാരന്റിങ് എങ്ങനെ നമുക്ക് നല്ല രക്ഷിതാവാം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ രക്ഷിതാവാം, എങ്ങനെയൊക്കെ പഠിക്കാൻ കഴിയും? ഒന്ന് വായന. പിന്നെ നല്ല രക്ഷിതാവാൻ ഒരുപാട് ക്ലാസ്സുകൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ട് ഹിദായ പോലുള്ള സ്ഥാപനങ്ങൾ എങ്ങനെ നല്ല രക്ഷിതാവാകാമെന്ന ക്ലാസ്സുകൾ നിരന്തരമായി സംഘടിപ്പിക്കണം. ശില്പശാലകൾ, വർക്ക്ഷോപ്പുകൾ, പ്രാക്ടിക്കലോട് കൂടിയത് സംഘടിപ്പിക്കണം. അതിൽ നിന്ന് പങ്കെടുക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമായി നാം കാണുകയും വേണം. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് എല്ലാ നല്ല രക്ഷിതാവാകുന്നതിനുള്ള മുഴുവൻ പഠിച്ചു കഴിഞ്ഞു എന്ന ധാരണ നിങ്ങൾക്കുണ്ടാവില്ല. ഒരുപാട് പഠിക്കാനുള്ള വലിയൊരു മേഖലയിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഏതാനും ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ പഠിക്കാൻ വേണ്ടി കുറേ പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കണം. ഇനി അത് വായിക്കണമെങ്കിൽ അത് എന്ത് വേണം? അങ്ങനെ പുസ്തകങ്ങളുണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ടൊന്നും നിങ്ങൾ പുസ്തകം വാങ്ങില്ല. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി അങ്ങനെ പുസ്തകമുണ്ട് എന്ന് ചിലർക്ക് അറിവില്ലാത്ത ഘട്ടത്തിൽ നിന്ന് അറിവ് ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങുക എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. വാങ്ങുക എന്ന കർമ്മം നിങ്ങൾ നടത്തിയെങ്കിലേ പുസ്തകം നിങ്ങൾ വാങ്ങുള്ളൂ. വാങ്ങിക്കഴിഞ്ഞാലോ വായിക്കണമെങ്കിൽ രണ്ടാമത് വേറെ തീരുമാനം എടുക്കണം. വാങ്ങിയത് കൊണ്ട് വായനയാവില്ല. വായിക്കാൻ ഒരു തീരുമാനം. അങ്ങനെ വായിച്ചതിൽ അതുകൊണ്ട് മാത്രം കാര്യം നടക്കില്ല. അത് നടപ്പിലാക്കാൻ തീരുമാനം വേറെ എടുക്കണം. അപ്പം പുസ്തകം വാങ്ങാൻ തീരുമാനിക്കണം, അത് വായിക്കാൻ തീരുമാനിക്കണം, വായിച്ച് നടപ്പിലാക്കാൻ തീരുമാനിക്കണം. ഇങ്ങനെ നടക്കുമ്പോഴാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ചുരുക്കത്തിൽ അറിവിനെക്കുറിച്ചുള്ള ഒരു തത്വം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അറിയുന്നതൊരു തുള്ളിയാണ്, അറിയാത്തതൊരു സമുദ്രമാണ്. നോൺ ഈസ് എ ഡ്രോപ്പ്, അൺനോൺ ഈസ് എൻ ഓഷ്യൻ. പ്രവാചകരോട് പോലും ഇൽമിന്റെ കാര്യത്തിൽ പറഞ്ഞത് എന്താ നിങ്ങൾക്കറിയാമല്ലോ. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ. ഞാന് വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ്, അലിയൻ കറമല്ലാഹു വജ്ഹു എന്നവർ അതിലേക്കുള്ള കവാടമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രവാചകരോട് അല്ലാഹു തആല പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചത് എന്താണ്? ഖുർ റബ്ബി സിദ്നി ഇൽമാ, പടച്ച റബ്ബേ എൻ്റെ വിജ്ഞാനം വർദ്ധിപ്പിച്ചുതാ എന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞതെങ്കിൽ നമ്മൾക്കൊക്കെ വിജ്ഞാനം ഒരുപാട് വർദ്ധിപ്പിക്കാനുണ്ട്. എല്ലാ മേഖലയിലും രക്ഷിതാക്കൾ എന്ന നിലക്ക് നല്ല രക്ഷിതാകാവുന്ന വിജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നിങ്ങളൊക്കെ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രസംഗം ഇതുവരെ ശ്രദ്ധിച്ചു നിന്ന നിങ്ങളെല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഇരുലോകത്ത് വിജയിപ്പിക്കട്ടെ. ഈ ലോകത്തും പരലോകത്തും വരിക്കുന്ന മക്കളെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.